എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ട്, അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. മൈ ഗവ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. UIDAI പോർട്ടലിലെ തിരക്കോ ക്യാപ്ച കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിലൂടെ ആധാർ കാർഡ് ലഭ്യമാകുന്നതിന് ആദ്യം 90 13 15 15 15 എന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്നും ഡിജി ലോക്കർ സർവീസ് എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരത്തെ അക്കൗണ്ട് വളരെ ലളിതമായി തുടങ്ങാൻ സാധിക്കുന്നതാണ്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ഇത് ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. AIS സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ 16 ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്, ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെയാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡിൽ നിർബന്ധിതമായിട്ടുള്ള ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നും പുതിയ ആദായ നികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകളുടെ നൂലാമാലകൾ കുറക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം. കരട് നിയമത്തിലെ പ്രധാന 5 മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ബാങ്ക് നിക്ഷേപങ്ങൾക്കും പിൻവലിക്കലിനും പുതിയ പരിധി വെച്ചു. നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡുകൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇത് വലിയ ആശ്വാസമാണ്. ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ പ്രയോജനകരവുമാണ്. ഇത് മാത്രമല്ല, വാഹനം വാങ്ങുമ്പോഴും ഇളവുകളുണ്ട്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെ കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടി വരില്ല. അതേസമയം ഉയർന്ന വിലയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കും. അതുപോലെ ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കറ്റ് ഹാളുകൾ എന്നിവകളിലെ പണമിടപാടുകൾക്ക് നിലവിൽ 50,000 രൂപ എന്നുള്ളത് 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റു ഹോട്ടൽ ഇടപാടുകൾ നടത്തുമ്പോൾ നേരിട്ടിരുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. വസ്തു ഇടപാടുകൾക്കും പരിധിയിൽ മാറ്റം വന്നിട്ടുണ്ട്. വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമായ തുക 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു. വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം. ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാക്കി.
ഇൻഷുറൻസ് മേഖലയിലെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപക്ക് മുകളിലുള്ളവർക്ക് മാത്രം പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട്. കരട് നിയമത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ അവസരം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.